ഞാൻ പറഞ്ഞു സ്വിമ്മിങ്ങിന് പോകാൻ ടീഷർട്ടാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു സ്വിമ്മിംഗ് പൂളിന് അതെ, ചെല്ലുമ്പോ ഒരു ലൈവ് ഇടണേ, തിരുത്തുണ്ട്, ലൈവ് ഇടണേ, ലൈവ് ഇടണേന്ന്. അന്നമ്മ ഒരു തിരുത്തുണ്ട്. സ്വിമ്മിങ് എന്നുള്ള പദം മാറ്റിയിട്ട് കുളിക്കാൻ പോവാൻ അങ്ങനെ ആക്കട്ടെ. ഞങ്ങൾ മലയാളികളാണ്. ആ ശരി, കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അത് അവിടെ തന്നെ. ചെല്ലുമ്പോ ലൈവ് ഇടണേന്ന്. ഞാൻ പറഞ്ഞില്ല എന്നോട് ആന്നേ, ചേച്ചി. നമ്മളോട് ഡേറ്റ് സമയം പറഞ്ഞില്ല കേട്ടോ. ഡേറ്റേ പറഞ്ഞുള്ളൂ, സമയം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നാളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു അവിടെ ചെന്നിട്ട് ലൈവ് ഇടണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ലൈവ് ഇട്ടു. അപ്പൊ വരാത്തന്റെ കുറ്റാണ്. അന്നമ്മേ, നീ എന്റെ വലിയവളാണ്. കുറ്റമേ അല്ല. അന്നമ്മേ, നീ വലിയവളാണ് കേട്ടോ. ഇത്രയും വലിയ മഹാമനസ്കത ഉണ്ടെന്ന് വിചാരിച്ചില്ല. മോർണിംഗ് ബേർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ശ്രീ ഹായ് എന്ന് പറയുന്നുണ്ട്. ഗയ ശ്രീ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അശ്വിനെ ബ്രോ, സുഖമല്ലേ? ഹാപ്പി അല്ലേ ലൈഫ്? സുഖമാണ് ബ്രോ. ഹായ് മോർണിംഗ് ബേഡേ, അതെ ഗുഡ് അശ്വിൻ, മോർണിംഗ്, വെൽക്കം ടു ഞാനേ ലൈവ്. ഞാൻ എന്നിട്ട് കുറെ കേച്ചിട്ട് നേരം ബാക്കി 42 മിനിറ്റ് അവിടെ ഇരിക്കുക. ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞു എന്തായാലും അവധിയല്ലേ ഇന്ന്. എന്നിട്ട് ചേച്ചി എന്നിട്ട് കേക്ക്, ഞാൻ അവിടെ ചെന്നിട്ട് ലൈവ് ഇട്ടു. അന്നേരം ആ കൂടി ഈ മൂസ് ഉണ്ടായിരുന്നു, മറ്റേ നസീമ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അനൂപ് ലാസ്റ്റിലെക്കാട്ട് വന്നു. അങ്ങനെ 4 ഞാൻ വന്നില്ല, ഞാൻ പേരുണ്ടായിരുന്നു. അപ്പൊ വന്നില്ല, ഞാൻ പറഞ്ഞു നീ വന്നില്ലേ? ഞാൻ വന്നില്ല. എന്നോട് വേറെ ലൈവ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ കുളിസീനുണ്ടായിരുന്നു, എന്താ വരാനെന്ന്. കുളിച്ചില്ല, ഞാൻ സ്വിമ്മിങ്ങിലായിരുന്നു, ലൈവ് ഉണ്ടായിരുന്നു, എന്താ വരാഞ്ഞെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ അതന്നല്ലേ അത്രേ മലയാളത്തിൽ പറഞ്ഞത്. പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങളുടെ അതിന് ഇത്ര ഹൈപ്പ്. അവിടെ സ്വിമ്മിങ്, ഇവിടെ കുളിസീൻ. നിങ്ങളുടെ അവിടെ സ്വിമ്മിങ്, ഇവിടെ കുളി. ആ അതെ, അന്നമ്മേ കുളിയും സത്യം പറ, ഉണ്ടായിരുന്നു. നീ വന്നിട്ട് 2026 കുളി നിന്നെയാണെങ്കിൽ കുതിർക്കാൻ പോയതല്ലേ? ആന്ന് സമ്മതിച്ച്. ആ 25 കഴുക്ക് മൊത്തം കളയാട്ട് പോയതാ. എന്നിട്ട് അതിനാണ് ഈ അനുപ് ഇത്ര അടിച്ചിറക്കിയത്. ഞാനല്ല ഒന്നും ചെയ്തില്ല ഗൈസ്. മോർണിംഗ് ബേർഡ്സ് 26ാമത്തെ ലൈക്ക് വന്നിട്ട്. അന്നമ്മേ, നിനക്ക് 26 ലൈക്ക്. ഐശ്വര്യം, ഐശ്വര്യം. ആ വെറ്റിലെ അതെ അതെ അതെ, പാക്കെടുത്തിട്ട് തരിക. എന്നും വരണം, എന്നും വരണേ. അങ്ങനെ പറയല്ലേ. എല്ലാരും വരുമായിരുന്നു. അതെ അതെ, അതെ അതെ. ഈ ലൈക്കൊക്കെ നമുക്ക് ഇന്ന് യൂട്യൂബ് പൊട്ടിച്ചേനെ. അങ്ങനല്ല ചേച്ചി, ഇത് ഞാൻ വരുമ്പോ ഇങ്ങനല്ല. എന്നും ഷോപ്പിങ്. ഇത് ഇത് വേറെ നിത്യക്ക് അന്നമ്മയെ കുറിച്ച് വെർഷനാണ്. അറിയാത്തോണ്ടാ. നിത്യക്ക് അന്നമ്മയെ കുറിച്ച് അറിയാത്തോണ്ടാ ഷോപ്പിങ്ങാ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അടിച്ചു മാറ്റുന്ന ആളാ. ഇനിയാ ഷോപ്പിങ്. ഈ ഉള്ളി കിഴങ്ങൊക്കെ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഉണ്ടാക്കിയതാ. ഇന്നലെ നമ്മൾ വിചാരിക്കുന്നുണ്ട് അന്നമ്മ ഒരു ലൈവ് ഇടും, എന്നിട്ട് ഒരു ക്യാമറ പച്ചപ്പ് കാണിക്കുക. ഞാൻ 10 ദിവസമായിട്ട് ആ പച്ചപ്പിന്റെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. തരുമോ? തരത്തില്ല. കാരണം എന്താ? അപ്പുറത്തെ വീട്ടിൽ മുളക്, കിഴങ്ങ്, അതേപോലെ എന്താണ് തക്കാളി, ഇതൊക്കെ പിറ്റേ ദിവസം ഇവിടുത്തെ പ്ലേറ്റിൽ കാണും. ഇതൊക്കെ നമ്മൾ കാണും. അന്നമ്മ ഇതൊക്കെ സൂം ചെയ്യുന്ന എന്താ അറിയോ? എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിൽപ്പുണ്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് പതുക്കെ ആരും ഇല്ലാത്തപ്പോ പതുക്കെ നടക്കാൻ പോവാന്ന് പറഞ്ഞ് അതുവഴി 2 ചുറ്റ്. ആ ചുറ്റിന്റെ കൂട്ടത്തില് സാധനം ഇങ്ങനെ വരും. അശ്വിനെ. അശ്വിനെ എനിക്ക് വയ്യൊന്നും ചിരിക്കാൻ. പോകല്ലേ. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. കഴിഞ്ഞ റീത്തൂന്ന് ദിവസം പറഞ്ഞിരിക്കുന്നു. ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ ഞാൻ വാങ്ങിച്ചോണ്ട് സത്യം പറയുന്നത്, ഞാൻ സത്യമാ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നാണ് എന്താണ് ഓറഞ്ച് പറിച്ചോണ്ട് വന്നു. ഇന്നാണെങ്കിൽ നോക്ക്, ഒരു 5 പൈസ മുടക്കാതെ കോടീശ്വരി ഇത്രയും രൂപ ശമ്പളം ആ ഗവൺമെന്റ് വരുന്നുണ്ട്. കുറച്ചെങ്കിലും അവിടെ വിനിയോഗിക്കും. അതിന്റെ ഒരു 10%. ഏഹ് അത് എന്നിട്ട് നാട്ടുകാരുടെ സാധനം അടിച്ചോണ്ട് വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് നോക്ക്. മുട്ട സത്യം പറഞ്ഞ റേറ്ററാണോ? ഞാൻ വാങ്ങിച്ചതാടാ സത്യം. മുട്ടയുടെ ട്രേ ഇവിടെ കൊണ്ട് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യ്. അല്ല, കിട്ടുമൊക്കെ അറിഞ്ഞൂടല്ലോ. നീ ഓക്കെ, എന്തായാലും ഒന്നാം തരം ഗിരിജാതൻ കോഴിയാ. നീ മുട്ടഗിരിയിലും കണ്ട ഉണ്ടോന്ന് കണ്ട. അറിയത്തില്ല സ്വന്തമായിട്ട്. അത് തന്നെ നോക്കിയ പല നിറം. ഇത് എവിടെ നിന്ന് എടുത്തതാ? ഞങ്ങള് മുട്ട മേടിക്കുന്ന ചുമന്ന മുട്ടയാണെങ്കിൽ മൊത്തം ചുമന്നായിരിക്കും. ഈ വെള്ള മുട്ട എങ്ങനെ വന്നു? എവിടെ നിന്ന് അടിച്ചു? ഏത് കോഴിക്കോട്ട് കയറി? ഇതൊക്കെ മോളെ കള്ളത്തരം ഞങ്ങൾ വെക്കും. അതായത് എഗ് മോട്ടിച്ച
നിത്യ നമ്മൾ പോയി മുട്ട മേടിക്കുന്നില്ലേ, ഒരു ട്രേ മുട്ട മേടിച്ച